ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ചെന്നൈയിൻ FC-യെയാണ് നേരിടുക. വരുന്ന വ്യാഴാഴ്ച രാത്രി ഇന്ത്യൻ സമയം 7:30 ആ മത്സരം നടക്കുക. ചെന്നൈയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ആ മത്സരം അരങ്ങേറുക. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഇടവേളയാണ്. കൃത്യമായി പറഞ്ഞാൽ 2 ആഴ്ചയോളം കേരള ബ്ലാസ്റ്റേഴ്സിന് അവിടെ ഒരു ഇടവേള ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫെബ്രുവരി 15 കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീടുള്ള മത്സരം കളിക്കുക. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ആ മത്സരം നടക്കുക. ഏതായാലും ഈ 2 ആഴ്ചയോളം വരുന്ന ഇടവേളയെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ TG പുരുഷോത്തമനോട് ചോദിക്കപ്പെട്ടിരുന്നു. എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. കൃത്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം, നല്ല രൂപത്തിൽ തയ്യാറെടുക്കണം എന്നൊക്കെയാണ് TGP പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ലഭിക്കുന്ന സമയം ഉപയോഗപ്പെടുത്തണം, എന്നാൽ അത് തീർച്ചയായും ടീമിന് ഗുണകരമായിരിക്കും. ഞങ്ങളുടെ എല്ലാ ഐഡിയകളും നടപ്പിൽ വരുത്തണം. ഒരു ടീം എന്ന നിലയിൽ വർക്ക് ചെയ്യണം, എന്നിട്ട് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നോക്കാം. ഇതാണ് TG പുരുഷോത്തമൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിന് മുന്നേ ഒരു വലിയ തയ്യാറെടുപ്പിനുള്ള സമയം കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കും എന്നുള്ളതാണ്. പക്ഷേ മോഹൻ ബഗാൻ സമീപകാലത്ത് മിന്നുന്ന ഫോമിൽ കളിക്കുന്ന ടീമാണ്. ആ ഒരു ഷീൽഡ് കിരീടത്തിലേക്ക് അവരാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര തയ്യാറെടുത്താലും അത് ഏറിപ്പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.